ഹലോ ഫ്രണ്ട്സ്, ഫൈൻ ട്രൂത്ത് ബ്ലോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും കല്യാണ ഫംഗ്ഷനിൽ പങ്കെടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ വളരെ ആകാംക്ഷപൂർവ്വം പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു, സന്തോഷത്തോടെ നമ്മൾ പിരിയുന്നു. നമ്മളെക്കാൾ ഏറെ സന്തോഷം അന്നത്തെ വധൂവരന്മാരൊക്കെ അല്ലേ? അവരുടെ സന്തോഷം നമ്മളെക്കാളും അധികമാണ്. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട് ഈ വധൂവരന്മാരെ കുറിച്ച്. എന്താണെന്നറിയോ? ഈ കല്യാണം എന്ന് പറയുമ്പോൾ വളരെയധികം ടെൻഷനുള്ള ഒരു സാഹചര്യം. അത് തലേദിവസം മുതൽ അവർക്ക് അതിനോടുള്ള ബന്ധത്തിലുള്ള മാനസിക പിരിമുറുക്കങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാവും, പിറ്റേ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല. തനിയുമല്ല, വധുവിനെ സംബന്ധിച്ചാണെങ്കിൽ ഒരുക്കവും കാര്യങ്ങളൊക്കെ ആയിട്ട് തലേദിവസം മുതൽ തന്നെ ബ്യൂട്ടീഷ്യന്മാർ അവർ വീട്ടിൽ വന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്കും പലപ്പോഴും സമയത്ത് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഒരു കാരണവശാലും കഴിയില്ല, കാരണം ഒരു കടുങ്കാപ്പി കുടിച്ചെങ്കിലായി അല്ലേ? ഏർലി മോർണിംഗ് തന്നെ മറ്റൊരു വരും, ഒരുക്കാനുള്ളവർ വരും, ഫോട്ടോ എടുക്കലായി, വീഡിയോ എടുക്കലായി. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടില്ല. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് ടയർഡായി. എന്നാൽ ഈ കല്യാണത്തിൻ്റെ സമയത്തോ, കല്യാണത്തിൻ്റെ ദീർഘനേരം പള്ളിയിലാണെങ്കിൽ അവിടെ നിൽക്കണം, അല്ലെങ്കിൽ മറ്റു ചടങ്ങുകളുണ്ടെങ്കിൽ അമ്പലത്തിലാണെങ്കിൽ അങ്ങനെ ദീർഘനേരം നിൽക്കേണ്ടതുണ്ട്. ഇരുന്നുള്ള പരിപാടികളല്ല. അവരുടെ ആ ഒരു വിവാഹത്തോട് ബന്ധപ്പെട്ടുള്ള ആ സെറമണി തീരുന്നോടും വരെ അവർ നിൽക്കേണ്ടതുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, തലേദിവസം മുതൽ ഭക്ഷണം കഴിക്കുന്നില്ല, ടയർഡ്നെസ് ഉണ്ട്, പിരിമുറുക്കങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ആകുമ്പോൾ ആൾ ശാരീരികമായിട്ട് വളരെയധികം ക്ഷീണിക്കും രണ്ടുപേരും. മാത്രമല്ല, ഈ ബാക്കിയുള്ളവരെല്ലാം സമയത്ത് ഭക്ഷണം കഴിക്കും അല്ല, രാവിലത്തെ ഫുഡ് കഴിക്കും, ഉച്ചയ്ക്കത്തെ സമയത്ത് കൃത്യം 12 മണിക്ക് തന്നെ അവർക്ക് സദ്യ വിളമ്പി കൊടുക്കും. ആ സമയത്തെല്ലാം ഇവരെ ചുറ്റി വളഞ്ഞ് എന്തായിരിക്കും ഈ ഫോട്ടോ എടുക്കലുകാരും അതോടൊപ്പം തന്നെ വീഡിയോ എടുക്കലുകാരും ഒക്കെ നിന്ന് അങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കും. ഇവർക്ക് വിശ്രമിക്കാൻ പോലും സമയം കിട്ടില്ല. ആരും ചോദിക്കാറില്ല ഇടയ്ക്കൊന്നും ഒരു ചായയെങ്കിലോ അല്ലെങ്കിൽ ഒരു നാരങ്ങ വെള്ളം നിങ്ങൾക്ക് വേണോ എന്ന് ചോദിക്കാറുണ്ടോ? ആരും ചോദിക്കാറില്ല. മാത്രമല്ല, എല്ലാവരും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റാണ് ചിലപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കുക. അപ്പോഴേക്കും സമയം എത്രയാവും? ചിലപ്പോൾ ഒരു 3 മണിയെങ്കിലും ആകത്തില്ലേ? ചിന്തിച്ചു നോക്കി, തലേദിവസം മുതൽ പട്ടിണി ഇരിക്കുന്നവരല്ലേ. അപ്പോൾ അവരുടെ ഈ സാഹചര്യത്തെക്കുറിച്ച് ആരും ചിന്തിക്കാറില്ല എന്നുള്ള യാഥാർത്ഥ്യമല്ലേ നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ വാസ്തവത്തിൽ, അല്ലേ? അപ്പോൾ വധൂവരന്മാർക്ക് ഇടയ്ക്ക് കയറി എനിക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ഇനി ബാക്കി ഫോട്ടോ എടുക്കണമെന്ന് പറയാൻ കഴിയുമോ? ഇല്ല. ബന്ധുക്കളുടെ നീണ്ട നിരയുണ്ടായിരിക്കും, അവരെല്ലാം നിന്ന് ഫോട്ടോ എടുക്കണം. തന്നെയുമല്ല, അവരൊരു പക്ഷേ അവരെ വെളിയിലേക്ക് കൊണ്ടുപോയി ഏതെങ്കിലും സീനറി ഉള്ള സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തി അവിടെ ഫോട്ടോ എടുക്കൽ കാര്യങ്ങൾ ഇതെല്ലാം ആയി കഴിഞ്ഞിട്ട് ഒരു നല്ല സമയം അവർ പോകും. അവർ വിശന്ന് ഭയങ്കരമായിട്ട് വിശപ്പായിരിക്കും, ടയർഡ്നെസ് ആയിരിക്കും. അപ്പോൾ ഇത് പരിഗണിക്കാതെ പോകുന്നൊരു സാഹചര്യമാണ്. അവരുടെ സന്തോഷം ഒത്തിരി അത് കവർന്നെടുക്കും. അല്ല, നിങ്ങൾ ചിന്തിച്ചു നോക്കിയത് ശരിയല്ല എന്നുള്ള സംഭവം. ഞാൻ പങ്കെടുത്തിട്ടുള്ള എല്ലാ കല്യാണങ്ങൾക്കും ഞാൻ നിരീക്ഷിക്കപ്പെട്ട സംഗതി അതാണ്. അപ്പോൾ ഈ തിരിച്ചറിവ് പലപ്പോഴും ഇനി നമ്മുടെ വീട്ടിൽ ഫംഗ്ഷൻ നടക്കുമ്പോൾ നമ്മളൊരു മാതാവോ പിതാവോ ആണെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിൻ്റെ കല്യാണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവരുടെ മേലെ സ്വാധീനമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറയാം ഇന്ന പരിപാടി കഴിഞ്ഞിട്ട് മതി എന്നുള്ളത്. അപ്പോൾ വീഡിയോ എടുക്കുന്നവരോ അതല്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്നവരോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുക, അതിനുശേഷം അവിടെ നിന്ന് നിൽക്കും. അപ്പോൾ നമ്മൾ അവരുടെ സഹായത്തിൽ നിന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അവരുടെ പിരിമുറുക്കങ്ങൾ, അവരുടെ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ, ശാരീരികമായിട്ടുള്ള അവരുടെ ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം നമ്മൾ കണക്കിലെടുക്കണം. ഞാൻ പറഞ്ഞ പോലെ ഇരിക്കാൻ സമയം കിട്ടുന്നില്ല, എപ്പോഴും നിൽക്കുകയാണ് ചെയ്യുന്നത്. ഓർത്ത് നോക്കിയേ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിൽക്കുന്ന ഒരാളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കി എളുപ്പമാണോ? അത് അല്ല. പിന്നെ അപ്പോൾ അതുകൊണ്ട് ഈ ഭക്ഷണ സമയത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഊർജ്ജം കിട്ടും, കുറച്ചുകൂടെ അവർ ഊർജ്ജസ്വതമായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഫോട്ടോയുടെ ഫേസ് തന്നെ ഒത്തിരി നന്നാവും. ഇത് ഒരു പച്ചവെള്ളം കഴിക്കാതെ നിന്ന് ചിരിക്കാൻ പറഞ്ഞാൽ ചിരിക്കാൻ പറ്റുമോ? ചിരിച്ചു കഴിഞ്ഞാൽ അത് ഫേസിൽ എത്രത്തോളം പ്രതിഫലിക്കും? അപ്പോൾ ഭക്ഷണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഊർജ്ജം കിട്ടത്തുള്ളൂ. അപ്പോൾ കൊണ്ട് അത് സ്വാഭാവികമായിട്ട് ചിന്തിക്കുക, അതനുസരിച്ച് ഭക്ഷണം കൊടുത്തുകൊണ്ട് കഴിയുക. അപ്പം നമ്മൾ കഴിഞ്ഞത് പോട്ടെ, ഇനിയുള്ള കാര്യങ്ങളിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ചില വിവരങ്ങൾ പ്രദാനം ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വലിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.